Learn Easy Online Education. Hi, welcome to my new video. It's me, ഹർഷിത. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ യൂണിറ്റ് MSO 001 യൂണിറ്റ് നമ്പർ 13 ആണ്. ഇന്ന് നമ്പർ 30 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, പാരമ്പര്യവും ആധുനികതയും. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പാരമ്പര്യത്തെയും ആധുനികതയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പാരമ്പര്യവും ആധുനികതയും തമ്മിൽ വന്നിട്ടുള്ള, പാരമ്പര്യത്തിൽ നിന്ന് ആധുനികതയിലേക്ക് വന്നിട്ടുള്ള ആ ഒരു മാറ്റത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കിതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ, ട്രഡീഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ, ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, മോഡേണിറ്റി ആസ് എ ജഗർനോട്ട്, ontological insecurity and modernity, modernity, rationality and norms, conclusion. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടന്റ്സിൽ വരുന്നത്. So without much delay, let's start our class. First one, 30.1, introduction. This unit talk about tradition and modernity. They are not opposite but are connected. Tradition is the foundation that leads to modernity. ഈ യൂണിറ്റ് പാരമ്പര്യത്തെയും ആധുനികതയും കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തല്ല, ഇവ വിപരീത പദങ്ങളല്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പദങ്ങളല്ല, ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്ന പദങ്ങളാണെന്നാണ് പറയുന്നത്. പാരമ്പര്യമാണ് ആധുനികതയിലേക്ക് നയിക്കുന്നതിന്റെ അടിത്തറ. It includes different things like food, music, art and clothing and can be found in many cultures. Tradition is mainly culture and social, while modernity is more about the economy. ഭക്ഷണം, സംഗീതം, കല, വസ്ത്രം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ പല സംസ്കാരങ്ങളിലും കാണാനാവുന്നതുമാണ്. പാരമ്പര്യം പ്രധാനമായും സാംസ്കാരികവും സാമൂഹികവുമാണ്. അതേസമയം ആധുനികത സമ്പത്ത് വ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള. പാരമ്പര്യം എന്നെന്താണ്, സംസ്കാരവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഉണ്ടായിത്തിരിഞ്ഞ് കൈമാറി വരുന്ന കാര്യങ്ങളാണ് എന്ത്, പാരമ്പര്യം എന്ന് പറയുന്നത്. അതേസമയം ആധുനികത എന്താണ്, സമ്പത്ത് വ്യവസ്ഥയിൽ ലാഭം കൊയ്യുന്ന, പുതിയ മാറ്റങ്ങൾ ഉണ്ടായ സമയത്ത് ഉണ്ടായി വന്ന ഒരു സാമൂഹിക ഘട്ടമാണ് ഈ ഒരു ആധുനികത എന്നത്. സമ്പദ് വ്യവസ്ഥയാണ് അതിൽ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. അതിന്റെ ഗോൾ എന്ന് പറയുന്നത് സമ്പത്താണ്. പാരമ്പര്യത്തിൽ എന്താണ്, അതിന്റെ പാരമ്പര്യ അതിന്റെ സംസ്കാരപരമായിട്ടുള്ള എന്താ പറയാ, നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് പാരമ്പര്യത്തിന്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ട്രഡീഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് സൊസൈറ്റി സ്റ്റേ ടുഗെദർ ആൻഡ് സർവൈവ്. ഇറ്റ് ഇൻക്ലൂഡ്സ് തിങ്സ് ലൈക്ക് മ്യൂസിക് ട്രഡീഷൻസ് പാസ്ഡ് ഡൗൺ ഫ്രം ഓൾഡർ മ്യൂസീഷ്യൻസ് ആൻഡ് ഷേപ്സ് ഹൗ പീപ്പിൾ ലിവ്. Tradition has rules, knowledge and beliefs. They are passed on. പാരമ്പര്യം എന്താണ്, പ്രധാനമാണെന്നാണ് പറയുന്നത്. കാരണം അത് സമൂഹത്തെ ഒരുമിച്ച് ജീവിക്കാനും അതിജീവിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പഴയ സംഗീതജ്ഞരിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട സംഗീത പാരമ്പര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉൾപ്പെടുന്നു. ഇത് ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ രൂപപ്പെടുത്തുന്നു. പാരമ്പര്യത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ട നിയമങ്ങളും അറിവുകളും വിശ്വാസങ്ങളുമുണ്ട്. There are different type of tradition like North and South Indian classical music. Tradition can also include art, literature, technology and military practices. It changes over time but still keeps in original ideas. ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ ശാസ്ത്രീയ സംഗീതം പോലെ, ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യയിലെ ശാസ്ത്രീയ സംഗീതം പോലെ വ്യത്യസ്ത തരത്തിലുള്ള പാരമ്പര്യങ്ങളുണ്ട്. പാരമ്പര്യത്തിൽ കല, സാഹിത്യം, സാങ്കേതിക വിദ്യ, സൈനിക രീതികൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഇത് കാലക്രമേണ എന്ത് ചെയ്യും, മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ ഇപ്പോഴും അതിന്റെ യഥാർത്ഥ ആശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിലനിർത്തേണ്ട പാരമ്പര്യ ആശയങ്ങളുടെ എന്താ പറയാ, അതിന്റെ ഒരു തീം, ആ ഒരു കൺസെപ്റ്റുകളൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. കാരണം അത് കഴിഞ്ഞു പോയ കാലമാണ്. അതിന്റെ പാരമ്പര്യങ്ങളും ആശയങ്ങളും ഒന്നും മാറ്റാൻ പറ്റില്ല. ഏതൊരു കാര്യത്തിനായാലും ഇപ്പൊ മ്യൂസിക്കിനൊക്കെ ആയാലും ശാസ്ത്രീയ സംഗീതം ഒക്കെ ആയാലും അതിനൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റിലൊന്നും ഇനി ഒരിക്കലും മാറ്റങ്ങൾ വരില്ല എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 30.2, ട്രഡീഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ. പാരമ്പര്യ സമൂഹവും അതുപോലെ സംസ്കാരത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ട്രഡീഷൻ ഡെവലപ്സ് ഓവർ ടൈം ആൻഡ് ക്യാൻ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സിറ്റുവേഷൻ. ഇറ്റ് ഡസൻറ്റ് ഓൾവേസ് എക്സ്പാൻഡ് ഇൻ ദ സ്ട്രേറ്റ് ലൈൻ. സംടൈംസ് ഇറ്റ് മൂവ്സ് ബാക്ക്വേർഡ് ഓർ
stagnates before moving forward again. പാരമ്പര്യം കാലക്രമേണ വികസിക്കുകയും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള സാഹചര്യത്തെ ആശ്രയിച്ച് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലായ്പ്പോഴും ഒരു നേർരേഖയിൽ വികസിക്കുന്നില്ല. ചിലപ്പോൾ അത് പിന്നിലോട്ട് നീങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ വീണ്ടും മുന്നിലോട്ട് പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യുന്നു, നിശ്ചലമാവുകയും ചെയ്യുന്നുണ്ട്. ട്രഡിഷൻ സ്റ്റാർട്ട് വെൻ സംതിങ് ഈസ് സീൻ ആസ് ഇമ്പോർട്ടൻറ്റ് ഇൻ സൊസൈറ്റി, ബട്ട് ദർ ആർ മെനി ടൈപ്സ് ആൻഡ് strands with the tradition. There are many types and strands with the tradition, like music, art, and architecture. Studying all traditions in a society is difficult. Studying all traditions in a society is difficult because people from different background have different traditions. സമൂഹത്തിൽ എന്തെങ്കിലും പ്രാധാന്യമുള്ളതായിട്ട് കാണുമ്പോൾ പാരമ്പര്യം ആരംഭിക്കുക. അതായത് ഇന്നിപ്പോൾ ഒരു കുറച്ച് കാലഘട്ടം മുൻപാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ഈ ഒരു സമൂഹത്തിലുള്ള എന്തെങ്കിലും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും, അല്ലെങ്കിൽ സമൂഹത്തിന് അത് ഏറ്റവും പ്രധാനമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് പാരമ്പര്യമായിട്ട് പിന്നീട് ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിന് എന്താ പറയുക, ഏറ്റവും പ്രാധാന്യം, ഒരു നാടിന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് അവർക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു കാര്യമോ എന്തോ ആയിക്കോട്ടെ, അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, പാരമ്പര്യമായിട്ട് വികസിച്ചു വരുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ പാരമ്പര്യങ്ങൾക്കുള്ളിൽ സംഗീതം, കല, വാസ്തുവിദ്യ എന്നിങ്ങനെ പലതരത്തിലുള്ള ഇഴകളും ഉണ്ട്. അതിലുൾപ്പെടുന്നതാണ് സംഗീതവും കലയും വാസ്തുവിദ്യയും എല്ലാം അതിലുൾപ്പെടുന്നുണ്ട്. ഒരു സമൂഹത്തിലെ എല്ലാ പാരമ്പര്യങ്ങളും പഠിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാരണം വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള പാരമ്പര്യങ്ങളാണ് ഉള്ളത്. ഇൻ ഇന്ത്യ, ഫോർ എക്സാമ്പിൾ, ട്രഡിഷൻസ് ലൈക്ക് മ്യൂസിക് ആൻഡ് ആർട്ട് ഹാവ് developed over centuries. The traditional economic system relied on physical exchanges of service, but this changed with industrialization. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ സംഗീതവും കലയും പോലുള്ള പാരമ്പര്യങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് വികസിച്ചവയാണ്. പരമ്പരാഗത സാമ്പത്തിക വ്യവസ്ഥ സേവനങ്ങളുടെ ഭൗതിക വിനിമയത്തെ ആശ്രയിച്ചിരുന്നു. എന്നാൽ വ്യവസായവൽക്കരണത്തോടെ എന്ത് ചെയ്തു, ഇത് മാറി. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ സംഗീതവും കലയും പോലുള്ള പാരമ്പര്യങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് വികസിച്ചവയാണ്. പരമ്പരാഗത സാമ്പത്തിക വ്യവസ്ഥ സേവനങ്ങളുടെ Some traditions, like the practice of dowry or sati, have negative aspects, showing that traditions can't simply be labeled as good or bad. Traditions could both beliefs and material culture, guiding social and individual behavior. സ്ത്രീധനമോ സതിയോ പോലുള്ള ചില പാരമ്പര്യങ്ങൾക്ക് നെഗറ്റീവ് വശങ്ങളുണ്ട്. പാരമ്പര്യങ്ങളെ നല്ലതോ ചീത്തയോ എന്ന് ലേബൽ ചെയ്യാൻ കഴിയില്ലെന്ന് ഇതെന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. പാരമ്പര്യങ്ങൾ വിശ്വാസങ്ങളെയും ഭൗതിക സംസ്കാരത്തെയും ഉൾക്കൊള്ളുന്നതാണ്. സാമൂഹിക വ്യക്തിപരമായിട്ട് പെരുമാറ്റത്തെയും അത് നയിക്കുന്നുണ്ട്. പാരമ്പര്യങ്ങൾ എന്നത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാരമ്പര്യമായിട്ട് വരുന്നത്. അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സതിയും സ്ത്രീധനവും ഒക്കെ അങ്ങനെ കൈമാറി വന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊക്കെ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അന്നത്തെ ആളുകൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അവരുടെ മതപരമായ രീതിയിലും അവരുടെ സാമൂഹികപരമായ രീതിയിലും അവർക്ക് അത് ശരിയാണ് എന്ന് അന്ന് തോന്നി. അത് അന്ന് ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ട് അവർ കൊണ്ടുവന്നു. അപ്പൊ അതെന്ത് ചെയ്തു, പാരമ്പര്യമായിട്ട് വികസിച്ചു വന്നു. എന്നതുകൊണ്ട് മാത്രം പാരമ്പര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് നമുക്ക് നിർണ്ണയിക്കാനാവില്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പാരമ്പര്യങ്ങൾ വിശ്വാസങ്ങളെയും ഭൗതിക സംസ്കാരത്തെയും ഉൾക്കൊള്ളുന്നുണ്ട്. സാമൂഹികവും വ്യക്തിപരമായ പെരുമാറ്റത്തെ എന്ത് ചെയ്യുന്നു, അത് നയിക്കുന്നു. While modern technology like tractors changes practices, the attitudes of people working with the traditions may stay the same. This creates a contradiction where tradition and technology don't always align. In cities, traditional festivals like Diwali have changed with the modern practices, such as using പ്ലാസ്റ്റിക് ലൈറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ കാൻഡിൽസ്. ആധുനിക സാങ്കേതിക വിദ്യ ട്രാക്ടറുകൾ പോലെ സമ്പ്രദായങ്ങൾ മാറ്റുമ്പോൾ പാരമ്പര്യങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ മനോഭാവം അതേപടി എന്ത് ചെയ്യും, നിലനിൽക്കും. പാരമ്പര്യത്തിൽ ഈ കലപ്പ് കൊണ്ട് കളയുന്ന ആൾക്കാരുടെ മനോഭാവത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു പാരമ്പര്യ ചിന്തയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന അവരുടെ മനോഭാവത്തിൽ നമുക്ക് മാറ്റാൻ കഴിയില്ല. പാരമ്പര്യവും സാങ്കേതിക വിദ്യയും എപ്പോഴും യോജിക്കാത്ത ഒരു വൈരുദ്ധ്യം ഇത് സൃഷ്ടിക്കുന്നു. അതായത് പാരമ്പര്യത്തിൽ പൂർണ്ണമായിട്ടും പാരമ്പര്യപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, ഞാൻ എൻ്റെ സംസ്കാരത്തിന് ഉതകുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് വാദിക്കുന്നവർ തമ്മിലുള്ളൊരു വൈരുദ്ധ്യം ഈ ഒരു മോഡേൺ മെഷീൻസ് ഒക്കെ വരുന്നതോട് കൂടിയിട്ട് അത് സൃഷ്ടിക്കും. നഗരങ്ങളിൽ പരമ്പരാഗത മെഴുകുതിരികൾക്ക് പകരം പ്ലാസ്റ്റിക് ലൈറ്റുകൾ ഉപയോഗിക്കുന്നതോടൊപ്പമുള്ള ആധുനിക ദീപാവലിക്കൊക്കെ ദീപം തെളിയിക്കുന്നതിന് പകരം പ്ലാസ്റ്റിക് ലൈറ്റ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലുള്ള പരമ്പരാഗത ഉത്സവങ്ങൾ പോലും എന്ത് ചെയ്തു,
കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് ഈ ഒരു മോഡേണൈസേഷന്റെ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 30.3 ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. പാരമ്പര്യവും ആധുനികതയും കേട്ടോ. ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി ഓഫ്റ്റൻ ക്ലാഷ് ആൻഡ് പീപ്പിൾ വണ്ടർ ഹൗ ദേ ആർ കണക്റ്റഡ്. ഇസ് മോഡേണിറ്റി ജസ്റ്റ് അനദർ ഫോം ഓഫ് ട്രഡീഷൻ? ഡു ഹാവ് എനിത്തിങ് ഇൻ കോമൺ? ഓവർ ടൈം ട്രഡീഷൻ ക്യാൻ ബിക്കം ഔട്ട്ഡേറ്റഡ് ആൻഡ് ലോസ് ദെയർ ഇൻഫ്ലുവൻസ്. പാരമ്പര്യവും ആധുനികതയും പലപ്പോഴും ഏറ്റുമുട്ടുന്നുണ്ട്. അവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് ആളുകൾ ആശ്ചര്യപ്പെടുന്നു. ആധുനികത പാരമ്പര്യത്തിന്റെ മറ്റൊരു രൂപം മാത്രമാണോ? അവർക്ക് പൊതുവായി എന്തെങ്കിലും ഉണ്ടോ? കാലക്രമേണ പാരമ്പര്യങ്ങൾ കാലഹരണപ്പെടുകയും അവരുടെ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പാരമ്പര്യവും ആധുനികതയും എപ്പോഴും എന്താണ് ഏറ്റുമുട്ടുന്ന ഒരു സംഭവമാണ്. അവിടെ അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ ആശ്ചര്യപ്പെടുന്നു. ഇത് രണ്ടും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത് രണ്ടും ഒന്നല്ല എന്നാണ് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കാണ് അത് തോന്നുക കേട്ടോ. യാതൊരു മാറ്റങ്ങൾ ആഗ്രഹിക്കാത്തവർക്കാണ് ആ ഒരു രീതിയിൽ തോന്നുന്നത്. ആധുനികത പാരമ്പര്യത്തിന്റെ മറ്റൊരു രൂപം മാത്രമാണോ എന്ന സംശയം അവർക്ക് നിലനിൽക്കുന്നുണ്ട്. അവർക്ക് പൊതുവായിട്ട് എന്തെങ്കിലും ഇവർ തമ്മിൽ രണ്ടുപേർക്കും തമ്മിൽ പൊതുവായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കൂടി നമ്മൾ അതിൽ നിന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. കാലക്രമേണ പാരമ്പര്യങ്ങൾ എന്ത് ചെയ്യും? കാലഹരണപ്പെട്ട് അവിടെ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഇനിയിപ്പോ ഇപ്പോ നന്മയില്ലാത്ത അല്ലെങ്കിൽ നല്ലതല്ലാത്ത പാരമ്പര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സതി ഒക്കെ നമ്മൾ നിർത്തലാക്കി. അതുപോലെ സ്ത്രീധനം, അതിനെതിരെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് അത് കോടതിയോ ആൾക്കാരനൊന്നും അറിയാതെയാണ് നടക്കുന്നത്. അത് നമ്മൾ നിയമപരമായിട്ട് നിർത്തലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ പാരമ്പര്യം മാറുന്നതിനനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ച് എന്താണ് സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. സമൂഹത്തിന്റെ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളാണോ എന്ന ഒരു ചോദ്യം മാത്രമാണ് എല്ലാ കാര്യത്തിലും ചെയ്യുന്നത്. They may disappear or change to adapt to modern times, but they don't completely vanish. Modernity often become more important, but tradition can still have a role in some places. അപ്പൊ എന്ത് ചെയ്യാം? അപ്രത്യക്ഷമാകാം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആധുനിക കാലമായിട്ട് പൊരുത്തപ്പെട്ട് മാറും. എന്ത്? ട്രഡീഷൻ എന്നത് എന്താണ്? അപ്രത്യക്ഷമാകാം, അല്ലെങ്കിൽ ആധുനിക കാലമായിട്ട് പൊരുത്തപ്പെട്ടു പോകാം. പക്ഷെ അവ പൂർണ്ണമായിട്ടും എന്താവില്ല? അപ്രത്യക്ഷമാകില്ല എന്നാണ് പറയുന്നത്. Modernity is about progress which happens in developed society, but it's not only in the West. It involves things like easier movement of goods and people, standardizing society and people depending on each other. ആധുനികത പുരോഗതിയെക്കുറിച്ച് അത് വികസിത സമൂഹങ്ങളിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ അത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മാത്രമല്ല, ചരക്കുകളുടെയും ആളുകളുടെയും എളുപ്പത്തിലുള്ള ചലനം, സമൂഹത്തെ മാനദണ്ഡമാക്കിയിട്ടുള്ള പരസ്പരം ആശ്രയിക്കുന്ന ആളുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇത് ഉൾപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലെ പുരോഗതി എന്നത് മാത്രമല്ല എന്ത് മോഡേണിറ്റി എന്ന് പറയുന്നത്, അത് എല്ലായിടത്തുമുള്ള ചരക്കുകളുടെയും ആളുകളുടെയും എളുപ്പത്തിലുള്ള ചലനത്തെയും സമൂഹത്തെ മാനദണ്ഡമാക്കിയുള്ള പരസ്പരം ആശ്രയിക്കുന്ന ആളുകൾ തുടങ്ങിയ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പാരമ്പര്യ രീതികളിൽ പരസ്പരം എന്താ പറയാ സ്വയം പര്യാപ്തതയുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു ഗ്രാമത്തിലാണെങ്കിൽ ആ ഗ്രാമത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആഗോള തലത്തിൽ എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ വാങ്ങുന്നതായാലും വിൽക്കുന്നതായാലും എല്ലാം ഒരു ആഗോള തലത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് എന്ത് മോഡേണിറ്റി എന്നൊരാശയം നിലകൊള്ളുന്നത്. When modernity reaches other cultures, it changes them, but it still allows local traditions to remain. This can cause some tension, but it also gives individuals more freedom and opportunities. ആധുനികത എന്നത് മറ്റു സംസ്കാരങ്ങൾ എത്തുമ്പോൾ അത് അവരെ മാറ്റുന്നു. പക്ഷെ അത് ഇപ്പോഴും പ്രാദേശിക പാരമ്പര്യങ്ങൾ നിലനിൽക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? അനുവദിക്കുന്നുണ്ട്. ഇത് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കാം. എന്നാൽ ഇത് വ്യക്തികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും അവസരങ്ങളും നൽകുന്നു. എന്ത്? ആധുനികത കേട്ടോ. While modernity has brought improvements like better health and more economic growth, it also have negative effects. Examples include pollution, the development of nuclear weapon, and the stress of modern life. People still debate whether modernity is good or bad for society. ആധുനികത മെച്ചപ്പെട്ട ആരോഗ്യം, കൂടുതൽ സാമ്പത്തിക വളർച്ച തുടങ്ങിയ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതിന് പ്രതികൂല ഫലങ്ങളും ഉണ്ട്. മലിനീകരണം, ആണവായുധങ്ങളുടെ വികസനം, ആധുനിക ജീവിതത്തിന്റെ സമ്മർദ്ദം എന്നിവ എന്താണ്? ഇതിന് ഉദാഹരണങ്ങളാണ്. ആധുനികത സമൂഹത്തിന് നല്ലതാണോ ചീത്തയാണെന്ന് ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ചർച്ച ചെയ്യുന്നുണ്ട്. പാരമ്പര്യത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ അതിന് മോശം വശങ്ങളും ഉണ്ട്. അതുപോലെ തന്നെയാണ് ആധുനികതയെ കുറിച്ച് പറഞ്ഞത്. ആധുനികതയ്ക്ക് ഒരുപാട് നല്ല വശങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? മോശം വശങ്ങളും ഉണ്ട്. നെക്സ്റ്റ് അടുത്ത നമ്മുടെ ഹെഡിങ്
30.4 മോഡേണിറ്റി ആസ് എ ജഗർനോട്ട് എന്നതാണ് കേട്ടോ. ഈ ജഗർനോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള രൂപകൽപ്പനയാണ്. ജഗർനോട്ട് എന്ന് പറഞ്ഞ ആധുനികത എന്താണ്? ആധുനികത എന്നത് എന്താണ്? ഒരു വലിയ ശക്തിയായിട്ട് എല്ലാവരെയും അടിച്ചു തെറിപ്പിച്ച്, അതായത് എല്ലാ പാരമ്പര്യങ്ങളെയും ഹനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്, ഒരു വലിയ കാര്യമാണെന്ന്. അപ്പൊ ഈ ജഗർനോട്ട് എന്ന് പറഞ്ഞ എന്താണ്? ഒരു വലിയ ശക്തിയോ യന്ത്രമോ അങ്ങനെയുള്ള എന്തോ ഒരു സംഭവമാണ് ഈ ജഗർനോട്ട്. ഒരു ശക്തി, ഒരു യന്ത്രം എന്നുള്ള രീതിയിൽ എല്ലാത്തിനും അടിച്ചു തെറിപ്പിച്ചു പോകുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലാണ്, അതിന്റെ വയലുള്ളതിനെല്ലാം തകർക്കുന്ന ഒരു രീതിയിലാണ് ഈ ജഗർനോട്ട് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ആധുനികത എന്നാണ് ജഗർനോട്ട് പോലെയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. Dens believes that modernity is different from postmodernism. Modernity brings big fast changes that don't always happen in the straight line. It includes things like capitalism, industrialism, സർവേലിയൻസ് ആൻഡ് മിലിറ്ററി പവർ. ആധുനികത ഉത്തരാധുനികതയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഗിഡൻസ് വിശ്വസിക്കുന്നു. ആധുനികത എന്താണ്? ഉത്തരാധുനികതയിൽ നിന്ന് എന്താണ്? വ്യത്യസ്തമാണ്. ഗിഡൻസ് വിശ്വസിക്കുന്നു ആധുനികത എല്ലായ്പ്പോഴും ഒരു നേർരേഖയിൽ സംഭവിക്കാത്ത വലിയ വേഗത്തിലുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. മുതലാളിത്തം, വ്യവസായം, നിരീക്ഷണം, സൈനിക ശക്തി തുടങ്ങിയ കാര്യങ്ങളിൽ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഹി ടോക്ക് അബൌട്ട് 3 മെയിൻ പാർട്സ് ഓഫ് മോഡേണിറ്റി. മോഡേണിറ്റിയുടെ 3 തരത്തിലുള്ള മെയിൻ പാർട്സിനെ കുറിച്ചാണ് പറയുന്നത്. First one, distanciation. In modern society, time and space are no longer closely connected. This allows for big organizations and countries to work together, even on a global level. അകലം. ആധുനിക സമൂഹത്തിൽ സമയവും സ്ഥലവും ഇനി അടുത്ത് ബന്ധപ്പെടില്ല. ആഗോളതലത്തിൽ പോലും വലിയ സംഘടനകൾക്കും രാജ്യങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചെയ്യുന്നുണ്ട്? ആധുനികത, മോഡേണിറ്റി അനുവദിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, disbanding. This is when things move away from local setting and work across long distances. For example, money transactions happen anywhere. An expert like doctors and lawyers influence daily life. This system only work if people trust them. ഡിസ്ബൻഡിങ്ങിൽ പറയുന്നത് കാര്യങ്ങൾ പ്രാദേശിക ക്രമീകരണങ്ങളിൽ നിന്ന് മാറി ദീർഘദൂരങ്ങളിലേക്ക് പ്രവർത്തിക്കുമ്പോഴാണ് ഇത്. ഉദാഹരണത്തിന് പണമിടപാടുകൾ എവിടെയും നടക്കുന്നു. ഡോക്ടർമാർ, അഭിഭാഷകൻ പോലെ വിദഗ്ധ ദൈനംദിന ജീവിതത്തെ എന്നും സ്വാധീനിക്കുന്നു. അടുത്തടുത്ത് നമുക്ക് ഡോക്ടർമാരായി, നമുക്ക് ടൗണിലേക്ക് കൊണ്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. ആളുകൾ വിശ്വസിച്ചാൽ മാത്രമേ ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുള്ളൂ. ഈ ഒരു മോഡേണിറ്റി എന്ന മാറ്റത്തിൽ ആളുകൾ വിശ്വസിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഫലപ്രദമാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റ്, റിഫ്ലെക്സിവിറ്റി ആണ് പറയുന്നത്. This means people can think about and understand what is happening in society. Trust is important, but risk like war or environmental damage can make people feel insecure. Even experts can't always handle these risks. റിഫ്ലെക്സിവിറ്റി എന്ന് വെച്ചാൽ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുമെന്നാണ് ഇതിന്റെ അർത്ഥം. വിശ്വാസം എന്താണ്? പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ശുദ്ധമോ പാരിസ്ഥിതിക നാശമോ പോലുള്ള അപകട സാധ്യതകൾ ആളുകളെ അരക്ഷിതരാക്കും. വിദഗ്ധർക്ക് പോലും ഈ അപകട സാധ്യതകൾ എല്ലായ്പ്പോഴും കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. അതായത് വിശ്വാസം എന്നത് എന്താണ്? പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ശുദ്ധമോ പാരിസ്ഥിതിക നാശമോ പോലുള്ള അപകട സാധ്യതകൾ മോഡേണിറ്റി വരുന്നതോടുകൂടി, ആധുനികവൽക്കരണം വരുന്നതോടുകൂടി അതിലുണ്ടാകുന്ന പ്രകൃതിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ ആളുകൾക്ക് എന്താണ്? മനുഷ്യ ജീവന് തന്നെ നാശം പോലുള്ള അപകട സാധ്യതകൾ അവർക്ക് വരുത്തിയേക്കാം. അതുകൊണ്ട് അവർക്ക് ഭയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാകും. പക്ഷെ അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും, പരിസ്ഥിതി നാശങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും തടയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇൻ ഷോർട്ട്, മോഡേണിറ്റി ഇൻവോൾവ്സ് ബിഗ് ചേഞ്ചസ്, ന്യൂ സിസ്റ്റംസ് ആൻഡ് റിസ്ക് ദാറ്റ് അഫക്റ്റ് എവരി. മോഡേണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? വലിയ വലിയ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ പുതിയ പുതിയ സിസ്റ്റംസുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് അതിന്റെ റിസ്ക്, അതിന്റെ ഒരു അപകട സാധ്യത എന്തുണ്ട്? എല്ലാവർക്കും അതിന്റെ റിസ്ക് ഏറ്റെടുക്കാൻ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് 30.5 ഓണ്ടോളജിക്കൽ ഇൻസെക്യൂരിറ്റി ആൻഡ് മോഡേണിറ്റി. ഓണ്ടോളജിക്കൽ ഇൻസെക്യൂരിറ്റി ആൻഡ് മോഡേണിറ്റി ആണ്. Giddens believes modern society creates ontological insecurity, meaning that a modern life has problems. These problems come from mistakes in how the world is
built, how it works, and the unexpected results of changes. Modern life is constantly changing with the new knowledge, and Giddens says we need to mix ideal goals with what is actually possible. ആധുനിക സമൂഹം എന്നത് ആന്റോളജിക്കൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുവെന്ന് ഗിഡൻസ് വിശ്വസിക്കുന്നു. അതായത് ആധുനിക ജീവിതത്തിന് പ്രശ്നങ്ങളുണ്ട്. ലോകം എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, മാറ്റങ്ങളുടെ അപ്രതീക്ഷിത ഫലങ്ങൾ എന്നിവയിലെ പിഴവുകളിൽ നിന്നാണ് ഈ ഒരു പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. ആധുനിക ജീവിതം പുതിയ അറിവുകൾക്കൊപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സാധ്യമായവയും അനുയോജ്യമായ ലക്ഷ്യങ്ങൾ കൂട്ടിച്ചേർക്കണമെന്ന് ഗിഡൻസ് പറയുന്നു. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ആധുനികത എന്നൊരാശയം, ആധുനികത എന്ത് ചെയ്യുന്നുണ്ട്, സമ്പദ് വ്യവസ്ഥയിലും സാങ്കേതിക വിദ്യയിലൊക്കെ വലിയ പുരോഗതികൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പരമ്പരാഗത വിശ്വാസങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും സ്വതസിദ്ധമായ വ്യക്തിത്വത്തെയും തകർക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് വശങ്ങളുണ്ട്. അതിൽ നമുക്ക് ആഗോളവൽക്കരണവും അതുപോലെ റാപ്പിഡ് ചേഞ്ചസും അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പരമ്പരാഗത ജീവിത രീതികൾ നശിച്ചതിനാൽ ഓരോ വ്യക്തിയും സ്വന്തം ജീവിതത്തിന് അർത്ഥം കണ്ടെത്തേണ്ട അവസ്ഥയാണ്. അവർക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പഴയ രീതികൾ എന്താ പറയാ ഒഴിവാക്കപ്പെട്ടു. ആരും അതിന് ഉപയോഗിക്കാതായി, അല്ലെങ്കിൽ ആർക്കും അത് ആവശ്യമില്ലാതെ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, പുതിയ കാര്യങ്ങൾ, പുതിയ കണ്ടെത്തലുകൾ അവർക്ക് ജീവിതത്തിന് എന്ത് ചെയ്യാനില്ലാതായി, ഒരു അടിസ്ഥാനമില്ലാതായി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങളിലൊക്കെ എന്ത് ചെയ്തു, തടസ്സങ്ങൾ നേരിട്ടു. കാരണം കുടുംബങ്ങൾക്കൊന്നും ഒരു വിലയില്ല. ആദ്യമൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നു, പിന്നീട് അണുകുടുംബങ്ങളിലേക്ക് മാറ്റിയപ്പോൾ കുടുംബ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥ. ഇതിനെയാണ് ആധുനികതയിലെ ഓണ്ടോളജിക്കൽ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് കേട്ടോ. He doesn't like a postmodernism because it focuses on the dreams of utopia or perfect societies. Instead, Giddens think people should reflect on themselves and their action to make society better. ഉത്തരാധുനികതയെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അത് ഉട്ടോപ്പിയയുടെ സമ്പൂർണ്ണ സമൂഹങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പകരം സമൂഹത്തിന് മികച്ചതാക്കാൻ ആളുകൾ തങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തന ഫലങ്ങളെക്കുറിച്ചും പ്രതിഫലിപ്പിക്കണമെന്ന് ഗിഡൻസ് കരുതുന്നു. മോഡേണിറ്റി ആൾസോ ഹൈഡ്സ് തിങ്സ് ലൈക്ക് ഡെത്ത്, സിക്നസ് ആൻഡ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ഗിഡൻസ് കോൾസ് ദിസ് ഹൈഡിംഗ് ഓഫ് പ്രോബ്ലംസ് sequestration, and while it may feel safe, it also prevents society from dealing with the real issues. This causes a sense of meaninglessness for people, but as society become more reflective, these issues might become more important. മരണം, രോഗം, മാനസിക ആരോഗ്യം പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ആധുനികത എന്ത് ചെയ്യുന്നുണ്ട്, മറച്ചു വെക്കുന്നുണ്ട്. ഗിഡൻസ് ഈ പ്രശ്നങ്ങൾ മറയ്ക്കുന്നതിന് സീക്വസ്ട്രേഷൻ എന്നാണ് വിളിക്കുന്നത്. അത് സുരക്ഷിതമാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് സമൂഹത്തെ അതെന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. ഇത് ആളുകൾക്ക് അർത്ഥമില്ലായ്മ ബോധമുണ്ടാക്കുന്നു. പക്ഷെ സമൂഹം കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നതിനനുസരിച്ച് പ്രശ്നങ്ങൾ കൂടുതൽ പ്രാധാന്യം അർഹിച്ചേക്കാം എന്നാണ് പറയുന്നത്. അതായത് സമൂഹം വികസിക്കുന്നത് ഗവൺമെന്റ് അടക്കം എന്ത് ചെയ്യുന്നുണ്ട്, മരണസംഖ്യയും രോഗവും മാനസിക ആരോഗ്യവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറച്ചു വെക്കുന്നുണ്ട്. ഇപ്പോ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ളത് നമ്മുടെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ രോഗമായിക്കോട്ടെ, മരണസംഖ്യ ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്തെങ്കിലും രോഗം വന്ന്, എന്തെങ്കിലും ഒരു പടർന്നു പിടിക്കുന്ന രോഗം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, അതിന്റെ മാക്സിമം എന്ത് ചെയ്യും, മരണസംഖ്യ മറച്ചു വെക്കാൻ ശ്രമിക്കും. കാരണം അവർക്ക് അവരുടെ എന്താ പറയാ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നോക്കണം. മരണസംഖ്യ കൂടിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, അത് ഭരിക്കുന്ന സർക്കാരിന് അത് പ്രശ്നമാണ്. അതുപോലെ രോഗമായാലും മാനസിക ആരോഗ്യമായാലും എല്ലാം നോക്കേണ്ടത് എന്താണ്, ആധുനിക കാലത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന അതിന്റെ സർക്കാരുകൾ, അതുപോലെ അത് നിർമ്മിച്ച ആൾക്കാരുമാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, ഒരുപാട് ഈ ഒരു ഇന്റർനെറ്റും അതുപോലെ എന്താ പറയുക ഈ ആധുനിക കാലത്തിലെ സാങ്കേതിക വിദ്യകൾ കൂടുതൽ ഉപയോഗം കൊണ്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മറച്ചു വെക്കുന്നുണ്ട്. കാരണം എന്താണ്, വികസനത്തിന് അതൊക്കെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ടാണ് അതൊക്കെ മറച്ചു വെക്കുന്നത്. Beck talks about reflexive modernity, where people in society have to make many personal decisions about relationship and risks. In modern society, the focus has shifted from making wealth to managing risks like nuclear dangerous. റിഫ്ലക്റ്റീവ് മോഡേണിറ്റിയെ കുറിച്ച് ബെക്ക് സംസാരിക്കുന്നുണ്ട്. അവിടെ സമൂഹത്തിലെ ആളുകൾക്ക് ബന്ധങ്ങളെയും അപകട സാധ്യതകളെയും കുറിച്ച് വ്യക്തമായിട്ടുള്ള നിരവധി തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ആധുനിക സമൂഹത്തിലെ സമ്പത്തുണ്ടാക്കുന്നതിൽ നിന്ന് ന്യൂക്ലിയർ അപകടങ്ങൾ പോലെയുള്ള അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ വേണം ഉള്ളതാണ്
എന്നാണെന്ന് പറയുന്നത്. അതായത് ആധുനിക സമ്പത്ത് മാത്രമല്ല അവിടെ ഉയരുന്നത്. ഓരോ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രതിരോധ മാർഗങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ കണ്ടെത്തലുകളൊക്കെ നടത്തുന്നുണ്ട്. ഒരു രാജ്യത്ത് എല്ലാവരും സമ്പത്ത് ഉണ്ടാക്കുന്നു, വികസനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, പിന്നീട് അതൊരു പ്രശ്നം വന്നാൽ ഒരു ന്യൂക്ലിയർ ബോംബിൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ എല്ലാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള പ്രൊട്ടക്ഷനും അതുപോലെ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളും ഇന്ന് ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. ആ കണ്ടുപിടുത്തങ്ങളൊക്കെ എന്താണ്, നമ്മൾ ഈ ഒരു വിരോധാഭാസം പോലെ ഈ ഒരു വികസനത്തിൻ്റെ എതിരെയുള്ള ഒരു ആയുധം തന്നെയാണെന്നാണ് പറയുന്നത്. Rich countries can manage risks better, but poor countries face more dangerous. Science is important in managing these risks, but it is also criticized for not always being logical. സമ്പന്ന രാജ്യങ്ങൾക്ക് അപകട സാധ്യതകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാം. അവർക്ക് ന്യൂക്ലിയർ ബോംബുകളായാലും എന്തായാലും അവർക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. എന്നാൽ ദരിദ്ര രാജ്യങ്ങൾക്ക് കൂടുതൽ അപകടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യുന്നതിന് ശാസ്ത്രം എന്താണ്, പ്രധാനപ്പെട്ടതാണ്. ഇനി അതിനൊരു പരിഹാരം ശാസ്ത്രം ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ ഇത് എല്ലായ്പ്പോഴും യുക്തിസഹമല്ല എന്നത് വിമർശിക്കപ്പെടുന്നുണ്ട്. എന്തൊക്കെ ഇതുണ്ടാക്കിയാലും ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ബോംബിടുമ്പോൾ അതിനെ തകർക്കാനുള്ള എന്താ പറയുക ടെക്നോളജി വരെ ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്, ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എപ്പോഴും ശാശ്വതമാകണമെന്നില്ല, എപ്പോഴും എന്തായിരിക്കണമെന്നില്ല, ഉദ്ദേശിക്കുന്ന ഫലം അതുകൊണ്ട് കിട്ടിക്കോളണം എന്നില്ല. അതിനും എന്ത് വേണം, ഒരു പരിഹാരം വേണം എന്നാണ് പറയുന്നത്. അതിപ്പോൾ ആഗോളതാപനമൊക്കെ ആണെങ്കിലും പരിസ്ഥിതി പ്രശ്നങ്ങളാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാ പരിസ്ഥിതി പ്രശ്നത്തിനുള്ള പരിഹാരങ്ങളും എല്ലാതും എന്തേക്കൊള്ളും ഉപയോഗപ്രദമായിക്കൊള്ളണം എന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. In modern life, nature and culture are closely linked. Changes in one affect the other. This makes us environmental issues more political. Beck believes smaller groups like a research institute are becoming more powerful than governments. ആധുനിക ജീവിതത്തിലെ പ്രകൃതിയും സംസ്കാരം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്നിലെ മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊന്നിനെ ബാധിക്കുന്നത്. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രകൃതിയെ ബാധിക്കുന്നില്ലേ? ഇത് പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ രാഷ്ട്രീയപരമാക്കുന്നുണ്ട്. സമൂഹത്തിന് നിലനിൽപ്പിന് പ്രകൃതി സംരക്ഷണത്തിന് കൂടുതൽ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ആരാണ്? ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് എന്നതിൻ്റെ പ്രശ്നം വരുമ്പോൾ അത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറുകയാണ്. ഗവേഷണ സ്ഥാപനങ്ങൾ പോലെയുള്ള ചെറിയ ഗ്രൂപ്പുകൾ ഗവൺമെൻറ്റുകളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ശക്തരാകുന്നെന്ന് ബെക്ക് വിശ്വസിക്കുന്നുണ്ട്. ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ പറ്റാത്തത് പോലും ആർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഗവേഷണ സ്ഥാപനങ്ങൾക്ക് അതായത് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ചെയ്യാൻ കഴിയും. അവർക്കാണ് ആർക്കും കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത് അവരാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹെഡിങ് 13.6 മോഡേണിറ്റി, റേഷണാലിറ്റി ആൻഡ് നോംസ്. മോഡേണിറ്റി ആധുനികത, അതുപോലെ റേഷണാലിറ്റി യുക്തി, അതുപോലെ നോംസ് മാനദണ്ഡങ്ങളും, അതുപോലെ ആധുനികതയും യുക്തിയും അതിന്റെ മാനദണ്ഡങ്ങളും എന്നതാണ് അടുത്ത ഹെഡിങ്. റേഷണാലിറ്റി മീൻസ് മേക്കിംഗ് ഡിസിഷൻ ബേസ്ഡ് ഓൺ ലോജിക്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ്. യുക്തിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് യുക്തിബോധം എന്നത്. ഇതെന്താണ്, വ്യത്യസ്ത തരത്തിലുണ്ട്. സബ്സ്റ്റാൻറ്റീവ് റേഷണാലിറ്റി, യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് യുക്തിബോധം. അതിന്റെ വ്യത്യസ്ത ടൈപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. സബ്സ്റ്റാൻറ്റീവ് റേഷണാലിറ്റി, അടിസ്ഥാനപരമായിട്ടുള്ള യുക്തി, മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. തിയറിറ്റിക്കൽ റേഷണാലിറ്റി, അണ്ടർസ്റ്റാൻഡിങ് ഐഡിയാസ്, ആശയങ്ങൾ മനസ്സിലാക്കുന്നതാണ് സൈദ്ധാന്തിക യുക്തി എന്ന് പറയുന്നത്. തിയറിറ്റിക്കൽ റേഷണാലിറ്റി, പ്രാക്ടിക്കൽ റേഷണാലിറ്റി, മേക്കിംഗ് എവറിഡേ ഡിസിഷൻസ്, പ്രായോഗിക യുക്തിയിൽ ദൈനംദിന തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. യുക്തിയുടെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ് യുക്തിബോധം. ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള 3 തരങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഒന്നാമത്തെ എന്താണ്, യുക്തിബോധം. മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ആശയങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ അത് സമൂഹത്തിന് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ ദോഷകരമായി ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈനംദിന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും നിങ്ങൾ ആ ഒരു പ്രായോഗിക യുക്തി, സാധാരണ തരത്തിൽ ആ ഒരു കോമൺ സെൻസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഹൈപ്പർ റേഷണാലിറ്റി ഈസ് വെൻ വി കമ്പൈൻ all these types of rationality to make decisions that are efficient and predictable, like how fast food and credit card systems work. ഫാസ്റ്റ് ഫുഡ്, ക്രെഡിറ്റ് കാർഡ് സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുപോലെ കാര്യക്ഷമവും പ്രവചിക്കാനാവുന്നതുമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ തരത്തിലുള്ള ഒരു എല്ലാ യുക്തിയും സംയോജിപ്പിച്ചാണ് ഹൈപ്പർ റേഷണാലിറ്റി എന്ന് പറയുന്നത്. ഫാസ്റ്റ് ഫുഡ്, ക്രെഡിറ്റ് കാർഡ് സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതുപോലെ, അതായത് ഫാസ്റ്റ് ഫുഡ് എന്താണ്,
നമുക്കറിയാം അത് വളരെ രുചിയുള്ള കാര്യമാണ് കഴിക്കുന്ന സമയത്ത്, പക്ഷെ നമുക്കറിയാം എന്താണ് അത് പിന്നീട് ഭാവിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ള സിസ്റ്റം. നമുക്കത് എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും, പിന്നെയാണ് അതിനെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഒരുപാട് പ്രശ്നങ്ങളിൽ കുടുങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് ക്യാഷ് അടയ്ക്കേണ്ടി വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ശീലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാറ്റുന്നത് കുറച്ച് പണിയാണ്. നമ്മുടെ ഡ്രഗ്സ് ഒക്കെ പോലെയൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് കാര്യക്ഷമവും പ്രവചിക്കാനുമായ ഇതിലൊക്കെ കാര്യക്ഷമവും പ്രവർത്തനാത്മകവുമായിട്ടുള്ള നമ്മളെ ഭാവിയെ കൂടി കണ്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് യുക്തി ഉപയോഗിച്ചാണ് എന്താണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് പറയുന്നതിനെയാണ് ഈ ഹൈപ്പർ റേഷനാലിറ്റി എന്ന് പറയുന്നത്. Habermas thinks modern life is still developing. There are problems because society used logical to run systems, but everyday life is more complex and involves personal values. He believed that a good society needs both system and a personal life to work together. ആധുനിക ജീവിതം ഇപ്പോഴും വികസിക്കുന്നുവെന്ന് ഹെബർമാസ് കരുതുന്നുണ്ട്. സിസ്റ്റങ്ങൾ പ്രവർത്തിക്കാൻ സാമൂഹിക യുക്തി ഉപയോഗിക്കുന്നതിനാൽ എന്തെന്നുണ്ട് അതിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ദൈനംദിന ജീവിതം കൂടുതൽ സങ്കീർണവും വ്യക്തിഗത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ്. ഒരു നല്ല സമൂഹത്തിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ വ്യവസ്ഥകളും വ്യക്തി ജീവിതവും ആവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. However, modern systems often control everyday life too much, taking away personal freedom. Habermas calls this time colonization of personal life. He believes that society is still not fully developed and needs to find a better balance between systems and personal life. എന്നിരുന്നാൽ പോലും ആധുനിക സംവിധാനങ്ങൾ പലപ്പോഴും ദൈനംദിന ജീവിതത്തെ വളരെയധികം നിയന്ത്രിക്കുന്നുണ്ട്, വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാക്കുന്നുണ്ട്. ഹെബർമാസ് ഇതിനെ വ്യക്തി ജീവിതത്തിന്റെ കോളനി വൽക്കരണം എന്നാണ് വിളിക്കുന്നത്. സമൂഹം ഇപ്പോഴും പൂർണ്ണമായിട്ട് വികസിച്ചിട്ടില്ലെന്നും വ്യവസ്ഥകളും വ്യക്തി ജീവിതവും തമ്മിൽ മെച്ചപ്പെട്ട സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ടെന്നും എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് കൺക്ലൂഷൻ ആണ് പറയുന്നത്. 30.7 കൺക്ലൂഷൻ. ഹെബർമാസ് criticized postmodernism for a new reason. First, he says it's hard to judge their work because it mixes social theory with literature and uses confusing language that doesn't fit this mainstream sociology. He also thinks postmodernists don't back up their criticism with solid arguments, making them weak. ഉത്തരാധുനികത ചില കാരണങ്ങൾ ഹെബർമാസ് വിമർശിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അവരുടെ സൃഷ്ടികളെ വിലയിരുത്തുന്നത് ബുദ്ധിമുട്ടാണ്. അതായത് മോഡേണിറ്റിയുടെയും ട്രഡീഷന്റെയും ഇടയിലുള്ളതാണ് ഈ ഒരു ഉത്തരാധുനികത, പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. അവരുടെ സൃഷ്ടികളെ വിലയിരുത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം പറയുന്നു. കാരണം അത് സാഹിത്യവുമായിട്ട് സാമൂഹിക സിദ്ധാന്തം എന്ത് ചെയ്യുന്നു, കലർത്തുന്നു. സാഹിത്യവുമായിട്ട് സാമൂഹിക സിദ്ധാന്തങ്ങളെ കലർത്തുന്നു. കൂടാതെ മുഖ്യധാര സമൂഹശാസ്ത്രവുമായിട്ട് പൊരുത്തപ്പെടാത്ത ആശയക്കുഴപ്പമുണ്ടാകുന്ന ഭാഷ എന്ത് ചെയ്തു ഉപയോഗിക്കുന്നു. ഉത്തരാധുനികവാദികൾ തങ്ങളുടെ വിമർശനങ്ങളെ ദൃഢമായ വാദങ്ങളാൽ പിന്തുണയ്ക്കുന്നില്ലെന്നും അവരെ ദുർബലമാകുന്നതായിട്ടും എന്ത് ചെയ്തു അദ്ദേഹം കരുതുന്നു. Even though postmodernists say they oppose big general ideas, they still use them. They also ignore the everyday experience of people. ഉത്തരാധുനികവാദികള് വലിയ പൊതു ആശയങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും അവർ ഇപ്പോഴും അവ ഉപയോഗിക്കുന്നുണ്ട്. ആളുകളെ ദൈനംദിന അനുഭവങ്ങൾ അവർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. In short, Habermas believes postmodernists cut themselves off from real life activities. This unit has discussed the view of Giddens, Becker, Ritzer and Habermas, which will help us better understand postmodernism in the next unit. ഈ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരാധുനികവാദികള് പോസ്റ്റ് മോഡേണിസ്റ്റ് യഥാർത്ഥ ജീവിത പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വയം വിച്ഛേദിക്കുന്നുവെന്ന് ഹെബർമാസ് വിശ്വസിക്കുന്നു. ഗിഡൻസ്, ബെക്കർ, റിറ്റ്സർ, ഹെബർമാസ് എന്നിവരുടെ വീക്ഷണങ്ങൾ ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഉത്തരാധുനികതയെ അടുത്ത യൂണിറ്റിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത യൂണിറ്റിൽ നമ്മൾ ഉത്തരാധുനികതയെ കുറിച്ച്, എന്താണ് പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ച് ഇതിൽ ചെറുതായിട്ട് പറയുന്നുള്ളൂ. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ ഒരു കാര്യത്തെ ഇതിൽ പറയുന്നില്ല. പക്ഷെ അതിനെന്താന്ന് ഡിഫൈൻ ചെയ്തിട്ട് അടുത്ത യൂണിറ്റിൽ പറയുമെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് ഈ യൂണിറ്റിലെ കണ്ടന്റ്സ് എന്തൊക്കെയാന്ന് കൂടെ ഒന്ന് നോക്കാം. Describe the concept of tradition, define modernity, outline the juggernaut of modernity and traditions. modernity and rationality. മോഡേണിറ്റിയും യുക്തിബോധവും, ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റിൽ പറയുന്നത്. നമുക്ക് നമ്മുടെ യൂണിറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.